ഇപ്പോൾ എന്തായാലും ബൈബിൾ വാചകമൊക്കെ പറഞ്ഞിട്ടാണ് എൽദോസ് കുന്നപ്പള്ളി രംഗത്ത് വരുന്നത്. സീറ്റിന് വേണ്ടിയാണ്. പക്ഷെ മറ്റൊരു വാചകം കൂടി സദൃശവാക്യങ്ങളിൽ പറയുന്നത് പോലെ പാതാളം പോലെ അവരെ ജീവനോടെയും കുഴിയിലിറങ്ങുന്നവരെ പോലെ അവരെ സർവാംഗമായും വിഴുങ്ങിക്കളയുക എന്നതുകൂടിയുണ്ട്. ഇവിടെ വിഴുങ്ങിക്കളയുന്നത്, ഇല്ലായ്മ ചെയ്യുന്നത് കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയെ കൂടിയാണ് ഈ സീറ്റ് മോഹികൾ എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. അപ്പോൾ എൽദോസ് കുന്നപ്പള്ളി പോലുള്ളവർ ഈ ബൈബിൾ വാചകം കൂടി ഓർക്കുന്നത് നല്ലതായിരിക്കും. ഓക്കെ, അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം. എൽദോസ് കുന്നപ്പള്ളി എങ്ങനെയാണ് ലേറ്റസ്റ്റ് ആയി ചിന്തിക്കുന്നതെന്ന് അറിയാൻ നമുക്കൊപ്പം ലാൽകൃഷ്ണൻ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. ലാൽകൃഷ്ണൻ പറയൂ, അവിടെ എൽദോസിന്റെ വീടിന് മുന്നിലാണോ നിൽക്കുന്നത്? പറഞ്ഞോളൂ. അകത്ത് എൽദോസ് കരച്ചിലാണോ ലാൽ? വീടിന്റെ മുമ്പിൽ തന്നെയാണ് നിൽക്കുന്നത്. വലിയ പ്രതീക്ഷയിലാണ് എൽദോസ് കുന്നപ്പള്ളി ഇപ്പോഴും ഉള്ളത്. കാരണം കഴിഞ്ഞ 1.5 കൊല്ലമായിട്ട് മണ്ഡലത്തിന്റെ പല ഭാഗങ്ങളിൽ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് വലിയ പ്രശ്നങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരാളാണ്. വീടാന്തരം കയറി പ്രചരണം നടത്തുന്ന ഒരു MLA കൂടിയാണ് എൽദോസ് കുന്നപ്പള്ളിയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന് വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. മാത്രമല്ല, ഒരു 1.5 കൊല്ലമായിട്ട് പ്രചരണം നടത്തുന്ന എൽദോസ് കുന്നപ്പള്ളിയോട് ആരും പറഞ്ഞില്ല തങ്ങൾക്ക് ഇത്തവണ സീറ്റ് ഇല്ല എന്നുള്ളത്. എൽദോസ് പറയുന്നത് എല്ലാവർക്കും നീതിയുക്തമായ രീതിയിൽ തന്നെ ഈ കാര്യങ്ങൾ ഇടപെടണം എന്നുള്ളതാണ്. കാരണം എം വിൻസെന്റിന് സീറ്റ് കൊടുക്കുമ്പോൾ അദ്ദേഹം നിരപരാധിയാണ്, ഞാനും നിരപരാധിയാണ്, എനിക്കും സീറ്റ് തരണം, 20 പേരും അതുപോലെ തന്നെ തുല്യമായി സീറ്റിന് അർഹത ആയവരാണ് എന്നുള്ള കാര്യം പരിഗണിക്കണം എന്നുള്ളതാണ്. പക്ഷേ വലിയ പ്രതീക്ഷകൾ ആ സീറ്റിൻ്റെ കാര്യത്തിൽ ഇല്ല എന്ന് തന്നെയാണ്. അതിനിടയിൽ തന്നെ സ്വതന്ത്രമായി മത്സരിക്കുമെന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞെങ്കിലും അതിനുള്ള സാധ്യതയില്ല എന്ന കാര്യം എൽദോസ് കുന്നപ്പള്ളിയിൽ തന്നെ പറയുന്നുണ്ട്. പെരുമ്പാവൂരിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഫ്ലെക്സ് ബോർഡുകൾ വന്നു, പലയിടങ്ങളിലും അദ്ദേഹത്തിന് വേണ്ടി പ്രകടനങ്ങൾ നടന്നു. ഇപ്പോഴും അദ്ദേഹം വേണമെന്ന് ആവശ്യപ്പെടുന്നുണ്ട്. പക്ഷേ അദ്ദേഹത്തിനുള്ള സാധ്യത എന്ന് പറയുന്നത് വളരെ മങ്ങി തന്നെയാണ് നിൽക്കുന്നത് എന്നുള്ളതാണ്. പക്ഷേ എൽദോസ് കുന്നപ്പള്ളി ഇപ്പോഴും വലിയ പ്രതീക്ഷയിൽ തന്നെ നിൽക്കുന്നുണ്ട്. പ്രഖ്യാപനം വരുമ്പോൾ ആ ലിസ്റ്റിൽ തൻ്റെ പേരുണ്ടാകും എന്ന വിശ്വാസത്തിൽ തന്നെയാണ് അദ്ദേഹം ഉള്ളത്. കാരണം കഴിഞ്ഞ 2 തവണ സന്ദർശിച്ച് മടങ്ങി വന്നപ്പോഴും അദ്ദേഹത്തിന് പൂർണ്ണമായിട്ടും നേതൃത്വത്തിൽ നിന്ന് കിട്ടിയത് മത്സരിക്കാനുള്ള സീറ്റുണ്ട് എന്ന് ഉറപ്പ് തന്നെയാണ് എന്നുള്ളതാണ്. പക്ഷേ ഇപ്പോഴും അഭ്യൂഹങ്ങൾ തുടരുന്നത് അദ്ദേഹത്തിനും ആശങ്ക ഉണ്ടാക്കുന്നുണ്ട്. പ്രത്യേകിച്ച് തൻ്റെ സീറ്റിൻ്റെ കാര്യത്തിൽ ഒരു സിറ്റിംഗ് MLA ആയിട്ട് കൂടി തൻ്റെ സീറ്റിൻ്റെ കാര്യത്തിൽ എന്തിനാണ് ഇത്രയധികം ആശങ്ക അല്ലെങ്കിൽ ഇത്രയധികം പ്രശ്നം എന്നുള്ളതാണ് അദ്ദേഹത്തെ കുഴപ്പിക്കുന്ന ഒരു ചോദ്യമായി നിലനിൽക്കുന്നത്. ആ ചോദ്യത്തിന് ഉത്തരം കിട്ടാതെ തന്നെയാണ് നിൽക്കുന്നത്. വൈകുന്നേരം വരെ കാക്കണം എന്നൊരു കാര്യം അദ്ദേഹം കൂടി പറയുന്നുണ്ട്. വൈകുന്നേരം വരുമ്പോൾ തൻ്റെ നിരപരാധിത്വം അല്ലെങ്കിൽ തൻ്റെ സ്ഥാനാർത്ഥിത്വത്തിൽ കൃത്യമായൊരു ഇടപെടൽ ഉണ്ടാകും എന്ന കാര്യമാണ് അദ്ദേഹം പറയുന്നത്. അതിനുവേണ്ടിയുള്ള നാമനിർദ്ദേശ പത്രികയെല്ലാം അദ്ദേഹം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഈ വേളയിലാണെങ്കിൽ പോലും 25,000 ലാൽകൃഷ്ണൻ, ഇതിനിടയിൽ വരുന്ന ഒരു വാർത്ത, ഈ എൽദോസ് കുന്നപ്പള്ളിയിൽ അവിടുന്ന് ഏതായാലും സീറ്റില്ല എന്ന് ഉറപ്പിച്ചു. ഷിയാസിന് കൊച്ചിയിൽ സ്ഥാനാർത്ഥിത്വം ഉറപ്പായിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ എറണാകുളം DCC പ്രസിഡന്റ് സ്ഥാനം വേണം, സ്ഥാനാർത്ഥിയാക്കിയില്ലെങ്കിൽ എറണാകുളം DCC പ്രസിഡന്റ് സ്ഥാനം വേണം എന്നാവശ്യപ്പെട്ടിട്ടാണ് എൽദോസ് ഇങ്ങോട്ട് വന്നതെന്നാണ് അറിയുന്നത്. അങ്ങനെ എന്തെങ്കിലും സൂചന ലഭിച്ചിട്ടുണ്ടോ? ഉണ്ട്, അത്തരത്തിലൊരു സൂചന ഉണ്ട്. ദിലീപ് പറഞ്ഞ പോലെ തന്നെ കൃത്യമായൊരു സൂചന ഉള്ളത് അതുതന്നെയാണ്. അതായത് സ്ഥാനാർത്ഥിയാകാൻ കഴിയുന്നില്ലെങ്കിൽ പകരം DCC പ്രസിഡന്റ് എന്നുള്ളതായിരുന്നു എൽദോസ് കുന്നപ്പള്ളി മുന്നോട്ട് വച്ചിരിക്കുന്ന ആവശ്യം. പക്ഷേ ആ ആവശ്യത്തെ എത്ര കണ്ട് പരിഗണിക്കും എന്നുള്ള കാര്യം വലിയൊരു ചോദ്യമാണ്. അതിൻ്റെ പ്രധാന കാരണം എന്ന് പറയുന്നത് എൽദോസ് കുന്നപ്പള്ളിയിന് ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് സ്ഥാനം കിട്ടുന്നതും MLAയുടെ ആദ്യ സീറ്റ് കിട്ടുന്നതെല്ലാം PP തങ്കച്ചൻ്റെ ഇടപെടലോട് കൂടിയായിരുന്നു. PP തങ്കച്ചൻ അദ്ദേഹത്തിൻ്റെ ഒരു ഗോഡ് ഫാദർ ആയിരുന്നു. കൃത്യമായി അദ്ദേഹത്തിന് വേണ്ടി സംസാരിച്ച് അദ്ദേഹത്തിന് സീറ്റ് വാങ്ങിക്കൊടുത്തത്, അത് ജില്ലാ പഞ്ചായത്തിലാണെങ്കിലും നിയമസഭയ്ക്ക് വേണ്ടിയിട്ടാണെങ്കിലും സീറ്റ് വാങ്ങിക്കൊടുത്തത് PP തങ്കച്ചൻ നേരിട്ട് ഇടപെട്ടുകൊണ്ടാണ്. പക്ഷേ ഇത്തവണ അദ്ദേഹത്തിനോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് PP തങ്കച്ചൻ ഇല്ല എന്നുള്ളത് അദ്ദേഹത്തിന് വലിയൊരു നഷ്ടം തന്നെയാണ്. പകരം അദ്ദേഹത്തിൻ്റെ ഗോഡ് ഫാദർ ഇല്ലാത്ത സ്ഥിതിക്ക് അദ്ദേഹം തന്നെ നേരിട്ട് ഇടപെടണം എന്നൊരു അവസ്ഥയിലേക്ക് എത്തിയിട്ടുണ്ട്. മാത്രമല്ല ബെന്നി ബെഹനാനുമായിട്ടാണ് അദ്ദേഹത്തിന് കൂടുതൽ അടുപ്പം ഉള്ളത്. ബെന്നി ബെഹനാൻ വഴി ആ കാര്യങ്ങൾ സംസാരിക്കുകയും അദ്ദേഹം ചെയ്തിട്ടുണ്ട്. പക്ഷേ അതിനും വേണ്ട രീതിയിലുള്ള ഒരു പരിഗണന അല്ലെങ്കിൽ അനുഭവപൂർവ്വമായൊരു നിലപാട് ഇതുവരെ ലഭിച്ചിട്ടില്ല. ഒന്നുകിൽ സീറ്റ് അല്ലെങ്കിൽ ഇത്തരത്തിൽ അധികാരത്തിൽ നിൽക്കുന്ന ഏതെങ്കിലും ഒരു സ്ഥാനം, DCC പ്രസിഡന്റ് അടക്കമുള്ള സ്ഥാനം എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ സൂചന. പക്ഷേ അദ്ദേഹത്തോട് ചോദിക്കുന്ന സമയത്ത് ഞാൻ അത്തരം സ്ഥാനങ്ങളൊന്നും ചോദിച്ചിട്ടില്ല, സ്ഥാനങ്ങളല്ല, എനിക്ക് എൻ്റെ മാനമാണ് വലുത് എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. മാനമാണെങ്കിലും സ്ഥാനമാണെങ്കിലും അദ്ദേഹം നിലവിൽ ഒരു തൃശങ്കുലാണ് എന്ന കാര്യത്തിൽ വലിയ സംശയമൊന്നുമില്ല. ആ സീറ്റിന്റെ കാര്യത്തിൽ അദ്ദേഹത്തിന് ഇപ്പോഴും വലിയ ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.